ഓട്ടിസം എന്താണ്? ഓട്ടിസം ഒരു ജീവിതകാലം നീളുന്ന അവസ്ഥയാണ്. ഇത് പെട്ടെന്ന് വന്നുപോകുന്ന ഒന്നല്ല. ഓട്ടിസം ഒരു രോഗമല്ല. ഇതൊരു ന്യൂറോ ഡെവലപ്മെന്റൽ കണ്ടീഷനാണ്. അഥവാ മസ്തിഷ്കം സാധാരണ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി പ്രതികരിക്കുന്ന ഒരു അവസ്ഥ. ഓട്ടിസം ഉള്ള കുട്ടികളുടെ ബ്രെയിൻ വിവരങ്ങൾ വ്യത്യസ്തമായി പ്രോസസ്സ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇത് പ്രധാനമായും ബാധിക്കുന്നത് ആശയവിനിമയം, സാമൂഹിക ഇടപെടൽ, പെരുമാറ്റം, ഇന്ദ്രിയാനുഭവങ്ങൾ എന്നിവയാണ്. ഓട്ടിസത്തിൻ്റെ പ്രാരംഭ ലക്ഷണങ്ങൾ ആശയവിനിമയത്തിലുള്ള ബുദ്ധിമുട്ട്, സംസാരത്തിലുള്ള താമസം, സംസാരമില്ലായ്മ, എക്കോലാലിയ അതായത് കേട്ട വാക്കുകൾ അതേപടി ആവർത്തിക്കുക. ഉദാഹരണത്തിന്, വെള്ളം വേണോ എന്ന് ചോദിച്ചാൽ കുട്ടി വെള്ളം വേണോ എന്നു തന്നെ പറയുക. ആവശ്യങ്ങൾ വ്യക്തമാക്കാൻ ബുദ്ധിമുട്ട്, വിശപ്പ്, വേദന, ടോയ്ലറ്റ്, ദാഹം എന്നിവ പറഞ്ഞറിയിക്കാൻ കഴിയാതെ കരച്ചിൽ അല്ലെങ്കിൽ ടാൻട്രം കാണിക്കുന്നു. സാമൂഹിക ഇടപെടലിന് ബുദ്ധിമുട്ട്, കണ്ണിലേക്കു നോക്കാതെ ഇരിക്കുക, ഒറ്റയ്ക്ക് കളിക്കാൻ താൽപ്പര്യം, മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട്, സന്തോഷം, ദുഃഖം, ദേഷ്യം എന്നിവ തിരിച്ചറിയാൻ പ്രയാസം. പെരുമാറ്റത്തിലും കളിയിലും ആവർത്തിച്ചുള്ള ലക്ഷണങ്ങൾ, കൈകൾ വീശുക, ശരീരം കുലുക്കുക, ചുറ്റിക്കറങ്ങുക, ഒരു റുട്ടീൻ മാറ്റിയാൽ അതിയായി അപ്സെറ്റ് ആകുക, കളിപ്പാട്ടങ്ങൾ നിരത്തിവെക്കുക, പ്രിട്ടൻഡ് പ്ലേ, ടീച്ചർ കുട്ടികൾ ഡോക്ടർ കുട്ടികൾ കളി ഇല്ലായ്മ. സെൻസറി പ്രശ്നങ്ങൾ, ശബ്ദം, വെളിച്ചം, സ്പർശം, മണം എന്നിവയ്ക്ക് അതിയായി പ്രതികരിക്കുക, ചില സെൻസറി അനുഭവങ്ങൾ തേടുക, കുലുക്കുക, ചാടുക, കറങ്ങുക. സാധാരണ കുട്ടികളും ചില ഇത്തരം പെരുമാറ്റങ്ങൾ കാണിക്കാം. അതിനെ മാത്രം കണ്ടു ഓട്ടിസം ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഒരു ലക്ഷണം മാത്രം ഉണ്ടെങ്കിൽ അത് ഓട്ടിസം ആണെന്ന് അർത്ഥമല്ല. ഓട്ടിസത്തിന് കാരണമെന്ത്? ഓട്ടിസം പ്രധാനമായും ജനിതക കാരണങ്ങളാൽ ന്യൂറോബയോളജിക്കൽ മാറ്റങ്ങൾ മൂലം ആണ് ഉണ്ടാകുന്നത്. ഇത് ഉണ്ടാകുന്നത് മോശം പാരന്റിംഗ് കൊണ്ടല്ല, മൊബൈൽ ഫോൺ കൊണ്ടല്ല, വാക്സിൻ കൊണ്ടല്ല, ചെയ്ത പാപങ്ങളുടെ ശിക്ഷയല്ല. ചില രക്ഷിതാക്കൾ ചോദിക്കും, എൻ്റെ കുട്ടിക്ക് ഇത് വന്നത് ഞാൻ ചെയ്ത എന്തെങ്കിലും പാപം കൊണ്ടാണോ? അത്തരം ചിന്തകൾ തെറ്റായ ധാരണകൾ ആണ്. ഇവരെ സപ്പോർട്ടീവ് സൈക്കോതെറാപ്പിയും സൈക്കോ എഡ്യൂക്കേഷനും വഴി മനസ്സിലാക്കി കൊടുക്കണം, എങ്ങനെ നേരത്തെ തിരിച്ചറിയാനും രോഗനിർണയം നടത്താനും. ഓട്ടിസത്തിൻ്റെ ലക്ഷണങ്ങൾ സാധാരണയായി 12 മുതൽ 24 മാസം പ്രായത്തിൽ തന്നെ കാണാൻ തുടങ്ങാം. രോഗനിർണയം ചെയ്യേണ്ടത് ഡെവലപ്മെൻ്റൽ പീഡിയാട്രീഷ്യൻ, ചൈൽഡ് സൈക്കോളജിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ് എന്നീ മേഖലയിൽ പരിശീലനം ലഭിച്ച ഡോക്ടർമാരാണ്. രക്തപരിശോധനയിലൂടെ ഓട്ടിസം കണ്ടെത്താമെന്ന് പറയുന്നവർ ഫ്രോഡാണ്. ദയവായി അവരിലേക്കു പോകരുത്. രോഗനിർണയം നടത്തുന്നത് ക്ലിനിക്കൽ നിരീക്ഷണം കൊണ്ടും കുട്ടിയുടെ വികസന ചരിത്രം നോക്കി, കൂടുതലും അമ്മ, അച്ഛൻ, മുത്തശ്ശൻ, മുത്തശ്ശി എന്നിവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചും ഒരേ ചോദ്യങ്ങൾ വ്യത്യസ്ത രീതിയിൽ ചോദിച്ച് വിവരങ്ങളുടെ വിശ്വസ്തത ഉറപ്പാക്കിയുമാണ്. ഡയഗ്നോസിസ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഡയഗ്നോസിസ് സ്ഥിരീകരിച്ച ശേഷം മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ചാണ് ഏറ്റവും നല്ലത്. അതിൽ ഉൾപ്പെടുന്നത് സ്പീച്ച് തെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, പാരൻ്റൽ ട്രെയിനിങ്. എല്ലാവർക്കും എല്ലാ തെറാപ്പികളും ആവശ്യമില്ല. OT ആവശ്യമെങ്കിൽ OT മാത്രം, ഫിസിയോതെറാപ്പി ആവശ്യമെങ്കിൽ അതുമാത്രം. ഓരോ പ്രൊഫഷനും സ്വന്തം റോളുണ്ട്. അത് രക്ഷിതാക്കൾക്ക് വിശദമായി പറഞ്ഞു കൊടുക്കണം. കുട്ടിയുടെ കഴിവുകൾ തിരിച്ചറിയുക. ഓട്ടിസമുള്ള കുട്ടികൾക്ക് പാട്ട്, ആർട്ട്, ഓർമ്മശക്തി, കണക്കുകൂട്ടൽ, ടെക്നിക്കൽ കഴിവുകൾ, ഇത്തരം യുണീക്ക് അബിലിറ്റീസ് കണ്ടെത്തി വളർത്തണം. സാമൂഹിക ലജ്ജയും സമ്മർദ്ദവും എങ്ങനെ കൈകാര്യം ചെയ്യാം? ലജ്ജയോ പേടിയോ കാരണം കുട്ടിയെ മറച്ചു വെക്കരുത്. സാധാരണ സ്കൂളിൽ വിടാൻ ലജ്ജ എന്ന ചിന്ത ഉപേക്ഷിക്കണം. രക്ഷിതാക്കൾ ഇമോഷണൽ ആവാതെ ഉത്തരവാദിത്വത്തോടെ മുന്നോട്ട് പോകണം. രക്ഷിതാക്കളുടെ പങ്കാളിത്തം ഇല്ലെങ്കിൽ ചികിത്സ വിജയിക്കില്ല.
ചികിത്സയിൽ മാറ്റം എപ്പോൾ കാണാം? ശരിയായ തെറാപ്പി പ്ലസ് ഹോം മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ 20 ദിവസത്തിനുള്ളിൽ ചെറിയ മാറ്റങ്ങൾ പോലും കാണാം. ആഴ്ചയിൽ ഒരു സെഷൻ മാത്രം വീട്ടിൽ ഒന്നും ചെയ്യാതെ ഇരിക്കുന്ന രക്ഷിതാക്കൾക്കും പുരോഗതി ഉണ്ടാകില്ല. തെറാപ്പിസ്റ്റും പാരൻറ്റും ഹോം എൻവയോൺമെൻറ്റും മൂവരും ചേർന്നാൽ മാത്രമേ വിജയമുണ്ടാകൂ. സ്റ്റിഗ്മയും ലേബലിങ്ങും ഒഴിവാക്കുക. കുട്ടിയുടെ മുന്നിൽ ഓട്ടിസം, പ്രശ്നം, സ്ലോ എന്ന വാക്കുകൾ ഉപയോഗിക്കരുത്. ചില കുട്ടികൾക്ക് ഉയർന്ന IQ പോലും ഉണ്ടാകാം. അത് അവരുടെ സെൽഫ് എസ്റ്റീമിനെ തകർക്കും. ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷ. ഓട്ടിസം ക്യൂർ ചെയ്യാനാവില്ല, പക്ഷെ മാനേജ് ചെയ്യാനാവുന്നതാണ്. സ്വയം തൊഴിൽ, ചെറിയ ബിസിനസ്, കഴിവിനനുസരിച്ചുള്ള ജോലി, ശരിയായ പിന്തുണയും കരുണയും ഡെഡിക്കേഷനും ഉണ്ടെങ്കിൽ ഓട്ടിസമുള്ള വ്യക്തികൾക്ക് അർത്ഥവത്തും വിജയകരവുമായ ജീവിതം നയിക്കും. അവസാനമായി, ഓട്ടിസത്തെക്കുറിച്ച് കൂടുതൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളെ മെസ്സേജ് ചെയ്യാം. നിങ്ങൾ എല്ലാവരും ഓട്ടിസത്തിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നന്ദി.